പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് 68-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാമത്തെ വാക്യം ഞാൻ വായിക്കും. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ കൂടെ പറയുകയാണ്, നമ്മുടെ രക്ഷയായ ദൈവം സ്തോത്രം. 2, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം. ദൈവം ആരാണ്? നമുക്ക് രക്ഷ നൽകുന്ന ദൈവം സ്തോത്രം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കാതുകൾ മന്ദമായിട്ടില്ല. മനുഷ്യവർഗം പാപം ചെയ്ത് പാപക്കുഴിയിൽ വീണ് പോയപ്പോൾ ആ കുഴിയിൽ നിന്നും കരം പിടിച്ച് ഉയർത്തിയതാണ് നമ്മുടെ ദൈവം സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് നമുക്ക് നിത്യ രക്ഷ ലഭിക്കുന്നത്. മറ്റൊരുത്തിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഏകനാമം, അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ദാവീദ് അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം ആരാണ്? രക്ഷ നൽകുന്ന ദൈവമാണ്. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ നമ്മെ രക്ഷിപ്പാനായി ഭൂമിയിലേക്ക് അയച്ച് കാൽവരി ക്രൂശിൽ തകർത്ത് നമുക്ക് ജീവൻ നൽകിയ ഒരു ദൈവത്തെയാണ് നാം ഈ പകൽക്കാലം ഓർക്കുന്നത്. ആകയാൽ ദൈവം നമ്മെ രക്ഷിക്കുന്ന ഒന്നാമത്തെ മേഖല നമ്മുടെ പാപത്തിൽ നിന്നുള്ള രക്ഷയാണ്. പാപം ചെയ്തതുകൊണ്ടാണ് നാം ദൈവത്തിൽ നിന്നും അകന്നു പോകേണ്ടതായിട്ട് വന്നത്. എന്നാൽ ആ പാപത്തിൽ സ്വഭാവത്താൽ നമ്മൾ എത്രമാത്രം അകന്നു പോയോ അതിലധികമായി നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്തു. ആ ദൈവം നമ്മുടെ രക്ഷകൻ അത്രേ സ്തോത്രം. 2, നമ്മുടെ ബാക്കിയുള്ള എല്ലാ മേഖലകളിലും ദൈവം നമ്മുടെ രക്ഷകനാണ്. നമ്മുടെ രോഗക്കിടക്കയിൽ ദൈവം നമുക്ക് രക്ഷകനാണ്. നിന്റെ മാനസിക തകർച്ചയിൽ ദൈവം നിനക്ക് രക്ഷകനാണ്. അതേ, നിന്റെ കടഭാര വിഷയത്തിന്മേൽ ദൈവം നിന്റെ രക്ഷകനാണ്. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പ്രയാസകരമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ അവിടെയൊക്കെ രക്ഷകനായി എത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. കാരണം രക്ഷകനായ ദൈവത്തിന് മാത്രമേ നമ്മളെ ഉള്ളതുപോലെ അറിയുവാൻ കഴിയുകയുള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏത് മേഖലയിൽ നിന്നാണ് നിങ്ങൾക്ക് രക്ഷ ലഭിക്കേണ്ടത് സ്തോത്രം, ആ ഭാഗത്തു നിന്നും നിങ്ങളെ രക്ഷിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, യേശു കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവ് കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ച് നിങ്ങളുടെ ഹൃദയം, അർത്ഥാൽ നിങ്ങളുടെ ജീവിതമാകുന്ന പടകിൻ്റെ നിയന്ത്രണം ദൈവത്തിന് നിങ്ങൾ വിട്ടുകൊടുക്കുക. ഈ നല്ല കർത്താവ് എല്ലാ ആപത്തിൽ നിന്നും നിങ്ങളെ വിടുവിച്ചോളും. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വന്നതും വരാൻ പോകുന്നതുമായ എല്ലാ പ്രതികൂല സാഹചര്യത്തിൽ നിന്നും ഈ ദൈവം നിങ്ങളെ വിടുവിക്കുന്ന ദൈവമത്രേ സ്തോത്രം. 2, ആ വായിച്ച വേദഭാഗത്തിൽ 2 പറയുന്നു, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനാണ് ഈ ദൈവം സ്തോത്രം. രക്ഷിച്ച ദൈവം നമ്മളിലുള്ള ഭാരങ്ങളെ വഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഭാരം നീ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമ്മൾ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, അർത്ഥാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാരം വഹിച്ചുകൊണ്ട് നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭാരങ്ങൾ അത് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇറക്കി വെക്കണം സ്തോത്രം. ഇവിടെ നാൾതോറും, ഇന്ന് മാത്രമല്ല എല്ലാ കാലത്തും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന യേശു കർത്താവ് സന്നദ്ധനെന്നുള്ള സത്യം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക. ആകയാൽ നിങ്ങളുടെ ഭാരം എത്ര വലിയതാണോ യേശു കർത്താവിൻ്റെ കരങ്ങളിൽ അത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്തിനു വഹിക്കണം? നിങ്ങൾ എന്തിനു സങ്കടപ്പെടണം? നിങ്ങൾ എന്തിനാണ് വേദനിക്കുന്നത്? നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, അതൊക്കെ യേശു കർത്താവിന് കൊടുക്കുക. ഈ യേശു കർത്താവ് നിങ്ങളെ രക്ഷിക്കും. ഈ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്യുന്ന ദൈവമാണ്. ആകയാൽ ഈ പകൽക്കാലം ദൈവിക രക്ഷ പ്രാപിച്ച്
സമാധാനത്തിന്റെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന രക്ഷയെ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട്, നിങ്ങളുടെ കൈകൊണ്ട് അത് അനുഭവിച്ച്, സ്തോത്രം, നിങ്ങളുടെ ഭാരങ്ങളെ ദൈവ മുൻപാകെ ഇറക്കി വെച്ച് ഒരു വിശ്വാസത്തോടു കൂടിയ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ഈ പകൽക്കാലം നിങ്ങൾ ദൈവസന്നിധി നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ സകല ഭാരങ്ങളും ഇന്ന് പകൽക്കാലം ദൈവം നീക്കി നൽകും. നിങ്ങൾ ആരോടും പറയാതെ നിങ്ങൾ കൊണ്ടു നടക്കുന്ന എല്ലാ വേദനകളും, നിങ്ങളുടെ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, നിങ്ങളുടെ വിജയ പരാജയങ്ങൾ, നിങ്ങളുടെ സന്തോഷം, അസമാധാനം, നിങ്ങൾ അനുഭവിക്കുന്നത് എന്തൊക്കെയാണോ അതെല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തോട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുക. ദൈവം നിങ്ങളെ വിടുവിക്കും. ആകയാൽ ഈ പകൽക്കാലം നിങ്ങൾക്ക് ശുഭകരമാകട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.